Hi all. മെക്കാനിക്കൽ സ്ട്രീമുമായിട്ടും ഓട്ടോമൊബൈൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സർവീസിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല തസ്തികകളിലൊന്നാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ഓഫീസർ എന്ന രീതിയിൽ കിട്ടുന്ന ആദ്യത്തെ ഒരു എൻട്രി ലെവൽ പോസ്റ്റ് കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു ജോലിയിൽ കയറുക എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റാണ്. കരിയർ ബേസും അതുപോലെ തന്നെ പവർ ബേസും ഒക്കെ ധാരാളം പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. കാരണം കേരള PSCയുടെ നിലവിലെ മാറിയ പാറ്റേൺ അനുസരിച്ച് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതിനനുസരിച്ച് പുതിയ പുതിയ റാങ്ക് ലിസ്റ്റുകൾ വരുന്ന ഒരു പ്രവണത കൃത്യമായിട്ട് കേരള PSC കൊണ്ടുപോകുന്നുണ്ട്. മാത്രവുമല്ല, നിലവിൽ ഇപ്പോൾ തന്നെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഭാഗത്ത് നിന്ന് ആവശ്യമുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെയും അതുപോലെ തന്നെ ഇൻസ്പെക്ടർമാരുടെയൊക്കെ ഡീറ്റെയിൽസ് അവർ അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പം അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും നിലവിലെ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്. എന്നാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ വർഷവും ഉള്ളൊരു കാര്യമാണ്. ഏതാണ്ട് എല്ലാ വർഷവും 100-നടുത്ത് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിളായിട്ട് കിട്ടും എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ 100 പേർക്ക് നിയമനം നടക്കുമ്പോൾ അതിൽ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ നിന്ന് 90 പേരെങ്കിലും എടുക്കാതെ പോകാൻ ഒക്കില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് 180-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞത് നിയമനം നടക്കുന്ന ഒരു തസ്തിക ഒരു പക്ഷേ ഈ ഒരു ടെക്നിക്കൽ സ്ട്രീമിൽ ഇത് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് നമ്മളൊരു സൗജന്യ ഓറിയന്റേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പം ഡിപ്ലോമ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ BTech ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ചിലപ്പം ഹെവി ലൈസൻസ് ഉണ്ടാവണമെന്നില്ല. എങ്ങനെ ഈ എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കണമെന്ന് അറിയണമെന്നുണ്ടാവില്ല. എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് ഇതിന് വേണ്ടതെന്ന് അറിയില്ല. അത് കൃത്യമായിട്ടൊരു ഗൈഡൻസ് തരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സൗജന്യ ക്ലാസ് അടൂർ ക്യാമ്പസിൽ വെച്ച് നൽകുന്നത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ്, ഇതിന് മുമ്പ് നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2/9/2024 ഇനി ഇതിന് 3 വർഷം മാത്രമേ കാലാവധിയുള്ളൂ. ഈ കാലാവധി തീരുന്നതിന് പിറ്റേ ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ഒരു എക്സാമിനേഷൻ പോകുന്നു. അടുത്ത നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മാസത്തിലാണ്, അതായത് ഏപ്രിൽ മാസത്തിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്മീഷൻ യോഗത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മാസം, ഏപ്രിലിൽ ആദ്യം വന്നാൽ പോലും നമുക്ക് ഒരു മാസം അപേക്ഷിക്കാൻ സമയം കിട്ടും. അതിനോടകം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനിയും ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കുന്നതിന് കൃത്യമായിട്ട് മുമ്പോട്ട് പോകുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു സൗജന്യ ക്ലാസ് അടൂർ ക്യാമ്പസ് വെച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഈ ക്ലാസ് നമ്മൾ നൽകുന്നത് 11 ഏപ്രിൽ 2024 നമ്മൾ ഓൾറെഡി ഒരു സെഷൻ ക്ലാസ് നൽകി കഴിഞ്ഞു. രണ്ടാമത്തെ ക്ലാസ് ആണ് നൽകുന്നത്. അപ്പോൾ ഈ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.